ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നിസ്കരിക്കാനും ഓതാനും നിന്ന കാരണം കുറച്ച് അടുക്കളപ്പണിയൊന്നും വൈകിട്ട്, എന്നാലും എത്ര നനച്ചാലും നമുക്ക് സമയമേ കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയും വന്ന് അടുക്കളയിലേക്ക് പോയിട്ടാ. പിന്നെ ഇന്നലെ തലേദിവസം ഞാൻ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് ദോശയപ്പോൾ ചൂടാമെന്ന് വിചാരിച്ചു. ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഉറങ്ങും കേട്ടോ. ഇനിയൊക്കെ കുത്തിപ്പൊക്കണമെങ്കിൽ നല്ല പണിയാണ്. ചെത്തിട്ട് നമ്മുടെ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നു പോകും ചില സമയത്ത്. വിളിച്ചാൽ എണിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിൻഷിമോൾക്ക് നേരത്തെ പോകണമല്ലോ. അപ്പോൾ അവൾ ഒറ്റക്ക് എണിച്ച് വേറെ റെഡിയാവും. പിന്നെ അവൾക്ക് കഴിക്കാനും കൊണ്ടുപോകാനും എന്തെങ്കിലും റെഡി ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദോശ ആയാൽ എല്ലാവരും കഴിക്കും. എല്ലാ ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും. പിന്നെ ബിസ്ക്കറ്റും ചായയും പിന്നെ റവമാവോ സേമിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കലൊക്കെ കുറവായിരിക്കും. പിന്നെ ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കിയാലല്ലേ എല്ലാവരും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അധികം ഞാൻ ദോശ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വഴുകും ചെയ്തു കേട്ടോ. നമസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് എണിക്കുമ്പോഴത്തേനും സമയം ഒരുപാടായി. പിന്നെ ഇന്ന് ഞാൻ തടചടാന്നൊക്കെ എണിച്ചൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെ അമ്മമാർക്ക് എപ്പോഴും തിരക്കല്ലേ, എത്ര സമയം ഉണ്ടെങ്കിലും തികയാത്ത പോലെ തോന്നും. പിന്നെ കിടന്ന രാത്രി നേരം വെളുക്കണത് അറിയണില്ല, സമയം പോണതേ അറിയണില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തിയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിൻഷിമോൾ പരുന്നിനൊക്കെ നോക്കി തലയൊക്കെ കെട്ടി റെഡി ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവൾ സ്കൂളിലേക്ക് ദോശയും കാന്തി കേട്ടോ കൊണ്ടുപോയി. പിന്നെ പാത്രത്തിൽ ഞാൻ ആക്കി കൊടുത്തു. പിന്നെ അവളും കഴിച്ചു. പിന്നെ പട്ടാളങ്ങളിലൊക്കെ ഞാൻ കുത്തിപ്പൊക്കി എണിച്ച് കുളിപ്പിച്ചൊക്കത്തിന് റെഡിയാക്കി ഇതാ നമ്മുടെ സുന്ദരിക്കുട്ടിക്ക് ഫുഡ് വാരി കൊടുക്കുക കേട്ടോ. അങ്ങനെ അവളിനെ ഒരുക്കി നമ്മുടെ മറ്റുള്ള പട്ടാളങ്ങൾക്കും കഴിക്കാൻ കൊടുത്ത്. പിന്നെ ക്ഷീണം കൊണ്ട് ഞാനും തളർന്ന് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കഴിക്കലും കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് മേക്കപ്പ് ഇടില്ല കേട്ടോ. പിന്നെ നമ്മുടെ രണ്ട് സുന്ദരികൾക്കും മേക്കപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വിളിച്ചാൽ വരില്ല കേട്ടോ. അപ്പോൾ നമ്മളതിനൊക്കെ പോയി റെഡിയാക്കി കൊടുക്കണം. അവർ ആ ഒരു മപ്പിൽ അങ്ങനെ ഇരിക്കും. പിന്നെ ഇതാ നമ്മുടെ സുന്ദരി കുട്ടിക്ക് ഒന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ കണ്ണെഴുതി എല്ലാം റെഡിയാക്കി കുളിപ്പിച്ചൊക്കെ കൊടുത്തു. ഇപ്പോൾ ഇന്നലെ റജിക്കുട്ടിനെ കുളിപ്പിച്ചു, ഇന്ന് മേലേക്ക് കൊടുത്തു കേട്ടോ. പിന്നെ റഹീസ് കുട്ടി പിന്നെ ബാത്റൂമിൽ പോയിട്ട് വരുന്ന സീനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഇതാ പിന്നെ കൊച്ചു ടിവിന് മുമ്പിൽ നിന്ന് അനങ്ങൂല കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ഒക്കെ കെട്ടി റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ കുമ്പിട്ട് എടുപ്പിനൊക്കെ വല്ലാത്ത വേദനയാണ്. അങ്ങനെ അവൻ തനിയെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാഗൊക്കെ സെറ്റാക്കി കൊടുത്ത് ബുക്ക് എഴുതാനുള്ളതൊക്കെ രാത്രി തന്നെ അവൾ എഴുതും കേട്ടോ. പിന്നെ റിയാസ്ക്ക് വന്ന് ഞങ്ങൾ കടയിൽ നിന്ന് അവർക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളെല്ലാവരും ഓട്ടോയിൽ പോവുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു മിനി വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ റിയാസ് ഖാനൊന്ന് ലാസ്റ്റ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഒട്ടി ക്ഷീണിച്ച് മൂപ്പര് മെല്ലെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ.